ഹായ് ഫ്രണ്ട്സ്, നയന ജോയ് വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രുചികരമായ കുമ്പളങ്ങ മോരുകറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുമ്പളങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു മോരുകറി ഉണ്ടെങ്കിൽ നമുക്ക് ഊണിന് വേറെ കറികളുടെ ആവശ്യമില്ല. അപ്പോൾ കുമ്പളങ്ങ മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു കുമ്പളങ്ങയുടെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളങ്ങ വേവിച്ച് എടുക്കണം. പാത്രം അടുപ്പത്ത് വെച്ച് കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ശേഷം 3 കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ കഷ്ണങ്ങൾ വേകാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്ന ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 10 മിനിറ്റിൽ വെന്ത് കിട്ടും. ഈ സമയം നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ 1 കപ്പ് ചിരകിയ തേങ്ങ, 1/4 സ്പൂൺ ജീരകം, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 2 കുഞ്ഞുള്ളി, 1 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുമ്പളങ്ങ വേകാൻ വച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. കുമ്പളങ്ങ ഓവറായിട്ട് വെന്ത് ഉടഞ്ഞു വേണം കുക്ക് ചെയ്യേണ്ടത്. കുമ്പളങ്ങ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറി വരണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. പുളിയുള്ള തൈരാണ് നല്ലത്. അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുത്ത് വേണം ചേർക്കാൻ. ഞാനിവിടെ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. തീ ലോ ഫ്ലെയിമിൽ വച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും. കറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി താളിച്ച് ചേർക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം 1/4 സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വന്ന ശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഊണിന് ഒഴിക്കാൻ നല്ല രുചിയുള്ള കുമ്പളങ്ങ ചേർത്ത മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കുമ്പളങ്ങ മോരുകറി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.